അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഗൈസ്. അപ്പോഴേക്കും നമ്മളിന്ന് ഒരു തെലുപ്പതി ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴേക്കും ഇപ്പോൾ അങ്ങനെ ട്രെൻഡിങ് ഒന്നും അല്ല തെലുപ്പതി ചലഞ്ച്. നമുക്ക് എന്നാലും ഒന്ന് ചെയ്ത് നോക്കാം തെലുപ്പതി ചലഞ്ച്. നമ്മളിതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ രണ്ടാമത്തെ വീടാണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിനി തെലുപ്പതി ചെയ്തെന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് ചെയ്യാം. കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ഞാൻ എഴുതുകയാണ്. എഴുതി ഞാൻ എഴുതി ഞാൻ എഴുതിയ മൂന്നാറെന്ന് കേട്ടോ. ഞാൻ എഴുതിയ മൂന്നാറിനാണേ. കാണാൻ പറ്റുമെന്നറിയില്ല. എൻ്റെ താഴെ ഞാൻ കുത്തിവെച്ചിട്ടില്ല. അതിൻ്റെ താഴെ ഞാനും എന്നോട് പഠിക്കാൻ പോയപ്പോഴൊക്കെ എഴുതിയപ്പോൾ ഇതാക്കിയാണ്. അടുത്ത നമുക്ക് എഴുതാം. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ പോയിന്റ് ആണ്. ഒരു പോയിന്റ് കേട്ടോ. ഇനി നമുക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് എഴുതുവാണേ. നമ്മൾ രണ്ടുപേരും ഒരേപോലെ എഴുതിയാലും മാർക്ക് കിട്ടുള്ളൂ. പക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ടേ. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്താ എഴുതിയത്? നീ ഫസ്റ്റ് ഇറങ്ങി. ഞാൻ ദുബായ് ആണ്. ഞാൻ ജമ്മു കാശ്മീർ എന്നാണ് പക്ഷെ എഴുതിയത്. അപ്പോഴേക്കും നമുക്ക് രണ്ടുപേരും മാർക്കില്ല. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കളി ചോദിക്കാനുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ സിനിമ. ഇപ്പൊ നമ്മള് എന്താ ഇപ്പൊ ഇറങ്ങിയേക്കണേല് ഒരു സിനിമ. ഇറങ്ങിയേക്കണേലൊന്നും വേണം. മലയാള സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോഴേക്കും ഞാൻ എഴുതണേ. എന്തെങ്കിലും സ്പെല്ലിങ് തെറ്റിപ്പോകുന്ന വെച്ചാൽ അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് എനിക്ക് അറിയില്ല കേട്ടോ. നമുക്ക് അറിയില്ല ശരിക്കും. ഓക്കെ, ഞാൻ എഴുതിയിട്ടല്ലേ. ഞാൻ എഴുതിയ നമ്മുടെ ഈ റീസെന്റ് ടൈമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണം നമ്മുടെ അലോക ചന്ദ്ര എന്ന് പറയുന്ന സിനിമ കേട്ടോ. നസീന്റെ പടം, അതാണ് ഞാൻ എഴുതിയത്. നീ എന്താ എഴുതിയത്? ഞാൻ ലോകയാണ്. അപ്പോഴേക്കും നമുക്ക് ഓക്കെ, അപ്പോഴേക്കും നമുക്ക് രണ്ടുപേർക്ക് 2 പോയിന്റ് ആയിട്ടുണ്ടേ. ഓക്കെ, അടുത്തത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇംഗ്ലീഷ് സിനിമ. നീ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ആലോചിക്കട്ടെ. സമയം തന്നെ. ഓക്കെ, എഴുതി. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ടേ. നീ എന്താ എഴുതിയ? ഞാൻ ഓൾ ഓഫ് ആർ ഡെഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. മറ്റേ ഓൾ ഓഫ് ആർ ഡെഡ് മറ്റേ ഒരു നമ്മുടെ സോങ്ങിൻ്റെ ഒരു പടമാണ്. സോബിനാണ്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞറിയാണ്. പക്ഷേ ഇതിൻ്റെ ട്രെയിലറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായിട്ടായിരുന്നു. ഞാൻ എഴുതിയത് എനിക്കറിയില്ല ഇത് മലയാളമാണോ ഇംഗ്ലീഷ് ആണോ എന്നറിയില്ല. ദ ലയൺ കിങ് ആണ്. ഓക്കെ, നമുക്ക് രണ്ടുപേർക്കും മാർക്കില്ല. അത് നിനക്കൊല്ലം ചോദിക്കാനുണ്ടോ? ഞാൻ ചോദിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ. ഐസ്ക്രീം ഫ്ലേവറോ? ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ഇതാണ്. എനിക്ക് 2 എണ്ണം ഉണ്ട്. അപ്പൊ ഞാൻ ഒരെണ്ണം എഴുതിയിട്ടുള്ളൂ. എനിക്ക് അത് അത്ര ഇഷ്ടമുള്ള. എനിക്ക് എന്നാൽ ഞാൻ ഒന്ന് എഴുതാം. ഓക്കെ, എഴുതിയോ? നീ പറഞ്ഞു ചോക്ലേറ്റ് ആണ് ഞാൻ. ഇപ്പൊ ടോട്ടലി ഞങ്ങളിപ്പോ 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 5 ക്വസ്റ്റ്യന് 3 മാർക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. 2 നമുക്ക് ദുബായ് ലയൺ. ഓക്കെ, അടുത്ത ചോദിച്ചത് എനിക്കങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും അറിയില്ല. അപ്പോഴേക്കും ഞാനിങ്ങനെ തപ്പിത്തടഞ്ഞാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ കളിച്ചിട്ടുള്ള നല്ലൊരു കളി. ഓക്കെ, നമ്മളെ ആണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളി നിങ്ങൾക്ക് അറിയാലോ. കുറേ പേർക്ക് ആയിരിക്കും, കുറേ പേർക്ക് വേറെ കളി ആയിരിക്കും. എനിക്കറിയില്ല നിങ്ങളുടെ കളി ഏതാണ് ഇഷ്ടം. എനിക്ക് പക്ഷേ ആ കളിയാണ് ഇഷ്ടം. ഓക്കെ, നമുക്ക് ഇഷ്ടമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ എഴുതിയിരുന്നേ. ഞാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഞാൻ എന്താണ് ഞാൻ എഴുതിയ ഫുട്ബോൾ എന്നാണ്. സെയിം ആണ്. ഞാനും ഫുട്ബോൾ എന്നാണ് എഴുതിയത്. നീ ഇനി പെണ്ണുങ്ങൾ ഫുട്ബോളൊക്കെ കളിച്ചത്? പെണ്ണുങ്ങൾ ഫുട്ബോൾ
നീ അതിന് ഫുട്ബോളൊക്കെ കളിച്ചിരുന്നു? ഞാൻ ഫുട്ബോൾ എഴുതിയ. അപ്പോൾ ഈ നമുക്ക് രണ്ടുപേർക്കും 4 മാർക്കാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തെറ്റിക്കാതെ എഴുതണം. അപ്പോൾ 6 ക്വസ്റ്റ്യനിൽ 4 മാർക്ക്. ഹോസ്റ്റലിൽ 2 മാർക്ക്. ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടൻ, അത് മലയാളം ആയിക്കോട്ടെ, ഏത് നടൻ വേണമെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് പണ്ടത്തെ സിനിമയൊക്കെ ഇഷ്ടം. ഞാൻ എഴുതണമെന്ന് വിചാരിക്കണം. എനിക്ക് സ്പെല്ലിങ് തെറ്റി പോകുന്നുണ്ട്. അല്ല, എന്തിട്ടാണല്ലോ. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട്. കാണിച്ചോ? അപ്പോഴേക്കും ഞാൻ കാണിച്ചിട്ടില്ലേ, അല്ലു അർജുൻ എന്നാണ് ഞാൻ എഴുതിയേക്കണത്. അയ്യോ, ഞാൻ അതല്ല എഴുതിയ. ഞാൻ പണ്ടത്തെ സിനിമയുടെ ദിലീപാണ്. ഓ, ദിലീപോ? നിനക്ക് ദിലീപിനെ കിട്ടും. നീ എപ്പോഴും പണ്ടത്തെ സിനിമ നീ അറിയാലോ എപ്പോഴും എനിക്ക് വിജയാണ് എനിക്ക് ഇഷ്ടം, എനിക്ക് വിജയാണെന്ന്. ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ല. അത് എന്ത് ഇത് വിജയിനെ ഇഷ്ടമല്ലെന്ന് ചോദിച്ചു. എന്ത് പറയാനല്ലേ? എനിക്ക് ഏത് ഭാഷയ്ക്ക് പറയും? നിങ്ങൾക്ക് ചോദിച്ചോ. മോളിവുഡിലാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ എന്താ വെച്ചാൽ മോളിവുഡ് എന്ന് വെച്ചാൽ ഈ കോമഡി. മോളിവുഡ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ ടി വി കണ്ടാണ് ഈ ചെറിയ ചെറിയ ആക്ടറില് എന്നുവെച്ചാൽ നസ്ലിൻ അങ്ങനെയൊക്കെ. ഓക്കെ ഓക്കെ, എഴുതാം. ഓക്കെ, ഞാൻ എഴുതിയിട്ടില്ല, പക്ഷെ എനിക്ക് നീ ഇപ്പൊ എന്നെ നോക്കിയില്ലേ? ഇല്ല, എനിക്ക് അയാളെയാണ് ഇഷ്ടം. ഓക്കെ, ചിലപ്പോ നീ അത് എഴുതിയിട്ടുണ്ടോ? നീ ഒന്ന് പറഞ്ഞേ. ഞാൻ ഷൈനയാണ് എഴുതിയത്. ഞാൻ ഉദ്ദേശിച്ച അതൊക്കെ തന്നെ ഉണ്ടോ? ശരിക്കും എന്റെ അമ്മയാണ് നീ പക്ഷേ എഴുതിയ എന്താ എഴുതിയത്? എനിക്കറിയില്ലായിരുന്നു, ആ പേര് അറിയില്ലായിരുന്നു. എനിക്കറിയായിരുന്നു. അത് പറ്റൂല, അങ്ങനെ എഴുതാൻ പറ്റൂല. പക്ഷേ അങ്ങനെ ആർക്കും പോയില്ല. ഈ നമ്മുടെ ഈ റൗണ്ട് അങ്ങ് ക്യാൻസൽ ആക്കുവാണേ, അപ്പോൾ ആർക്കും പോയില്ല. ഓക്കെ, ഇനി നമുക്ക് വേറെ വല്ലതും ചോദിക്കാം. ഇനി നമുക്ക് 1 2 3 സ്റ്റാർട്ട് പറഞ്ഞിട്ട് കളിക്കാം ഗൈസ്. ഇനി 1 2 3 സ്റ്റാർട്ട് പറയാം. എന്നെ കളിക്കാൻ വെച്ചിട്ടുണ്ടേ. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം. 3 2 എനിക്കൊരു മിനിറ്റ് ആലോചിക്കാൻ സമയം. ആലോചിക്കാനൊന്നും പറ്റൂല. നമുക്ക് ഹെവി ആയിട്ടുള്ള നല്ല വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കടയിലൊക്കെ പോയിട്ട് അതൊന്നും അല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. ഏതെങ്കിലും ഒക്കെ പറയാം. ഓക്കെ ഓക്കെ, 3 2 1 സ്റ്റാർട്ട്. ഷവർമ. എനിക്ക് മന്തിയാണ്. എനിക്ക് ഷവർമ ഇഷ്ടം ഗൈസ്. അതാ റോളി ചുട്ടിട്ട് പൊളിയല്ലേ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനം ഷവർമ. ഓക്കെ, ഇനി എന്നാണ് എനിക്കെന്നെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. നമുക്ക് രാവിലെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് രാവിലെയാ? ഓക്കെ, രാവിലെ 3 നീ അങ്ങനെ 3 2 1 സ്റ്റാർട്ട്. എനിക്ക് പഴങ്കഞ്ഞിയാണ് ഇഷ്ടം. പഴങ്കഞ്ഞി പൊളിയാട്ടോ. പഴങ്കഞ്ഞി നല്ല അടിപൊളി എന്താ കാന്താരികൾ. എനിക്ക് ഏറ്റവും ഇഷ്ടം ദോശയാണ് ഗൈസ്. ദോശ സാമ്പാറും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ ദക്ഷ എന്നാണ് എൻ്റെ പേര്. അപ്പം എല്ലാവരും എന്നെ ദോശ എന്ന് വിളിക്കണം. പക്ഷെ എനിക്ക് ദോശ ഇഷ്ടമല്ല. അതാണ് മെയിൻ കാര്യം. ദോശയൊക്കെ ഇഷ്ടമല്ലടാ. ഒട്ടും ഇഷ്ടമല്ല. ഇടയ്ക്കിടയ്ക്ക് കുട്ടി ദോശ കഴിക്കാറുണ്ട്. കുട്ടി ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ട്. ഓക്കെ, ഇനി എന്താണ് ചോദിക്കണ്ടേ? പക്ഷേ ഞാൻ ചോദിക്കാം. ഞാനെ ചോദിച്ചു, നീ ചോദിക്കും. എനിക്കങ്ങനെ അറിയില്ല. നേരത്തെ പറഞ്ഞില്ല, ക്വസ്റ്റ്യൻസ് എനിക്ക് അങ്ങനെ അറിയില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബേർഡിന്റെ പേര്. എനിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ബേർഡ്, പക്ഷിയോ? ഓക്കെ, 3 2 1 സ്റ്റാർട്ട്. പീകോക്ക്. ക്രോ. എനിക്ക് കാക്കയാണ്. എനിക്ക് പല കളറിലുള്ള ബേർഡിനെ ഇഷ്ടം. പീക്കോക്ക് എന്നാണ്. പീകോക്ക് നല്ല പീക്കോക്ക് ഞാൻ വരാനാണ് എനിക്കറിയാം. മയില്. ഓക്കെ, മയിലെന്നാണ് പീക്കോക്ക്. എല്ലാവർക്കും അറിയാതിരിക്കും. ഞാൻ പിന്നെ ഒരു കൺഫ്യൂഷനിൽ ചോദിച്ചു. പെട്ടെന്ന് പീക്കോക്ക് നമുക്ക് അങ്ങനെയൊക്കെ പറയാം. ഇനി ഞാൻ ചോദിക്കാം, ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആനിമൽ. ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആനിമൽ. ആനിമലോ? ഓക്കെ, 3 2 1 സ്റ്റാർട്ട്. ഡൈനോസർ.
എന്ത് ഡൈനോസർ. ഞാൻ ഡോഗ്. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഡോഗിന് മനസ്സിലായി ഇവിടുത്തെ എൻ്റെ അച്ഛൻ സമ്മതിക്കൂലോടെ. ഞങ്ങൾക്ക് അങ്ങനെ എനിക്കൊക്കെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ അച്ഛൻ ഇഷ്ടമാണ്. പിന്നെ എൻ്റെ അവിടുത്തെ വീട്ടിലുണ്ട്, എൻ്റെ അമ്മ വീട്ടിൽ. നല്ല ക്യൂട്ടാണ്. പിന്നെ അത് കുഞ്ഞിപ്പട്ടി, അത് കുഞ്ഞിപ്പട്ടിയാകുമ്പോൾ ക്യൂട്ടായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്? അതെനിക്ക് പഴം. പഴം. കിവി. എനിക്ക് കിവിയും ഇതൊക്കെ റംബൂട്ടാനുമാണ് ഇഷ്ടം. എനിക്ക് കിവിയില്ലേ മറ്റേ ഡ്രൈ ആയിട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം. മാംഗോയും കിവിയും ഡ്രൈ ഫ്രൂട്ട്സിൽ നമുക്ക് എനിക്ക് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ ബോർഡൊക്കെ വെച്ച് ജ്യൂസ് എടുത്തിട്ട് പൊക്കിയിട്ട് ഇതൊക്കെ പറയാം. പക്ഷേ നമ്മുടെ പൈസ ഇല്ല. അപ്പോഴേക്കും പൈസ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചു. നമുക്കതൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്തു വെച്ചാൽ ഉടനെ വരുന്നതായിരിക്കും ആ വീഡിയോ. ഇപ്പൊ ഞങ്ങളുടെ രണ്ടാമത്തെ വീഡിയോ ആയതുകൊണ്ട് പറയാൻ കേട്ടോ. രണ്ടാമത്തെ വീഡിയോ ആയിട്ടുള്ളൂ. ഞങ്ങൾ ഒരു വർഷത്തിന് മുമ്പെങ്ങാണ്ട് ഒരു വർഷത്തിന് മുമ്പാണ് ഒരു വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് സമയം ഞാൻ മറന്നു അങ്ങോട്ട് പോയി വീഡിയോ എടുക്കുന്ന കാര്യം. ഞങ്ങളുടെ ചാനലിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് വരെ ഞങ്ങളുടെ ബദ്രി ദക്ഷാനാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. നിങ്ങൾക്ക് അറിയാവോ ഈ യൂട്യൂബ് ചാനലിന്റെ പേരൊക്കെ മാറ്റണം ദിവസമൊക്കെ? ഞങ്ങൾക്ക് പേര് വേണ്ടിയൊന്നും വേണ്ട, ഇത് തന്നെ മതി, സീനൊന്നുമില്ല, പോട്ടെ. അപ്പോഴേക്കും ഞങ്ങൾക്ക് സീനൊന്നുമില്ല. അപ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ സമയം പോകുന്നു, നമുക്ക് കളിക്കാം. പിന്നെ ഏത് സൂപ്പർ ഹീറോയിനാണ് ഇഷ്ടം? 3, 2, 1 സ്പൈഡർമാൻ. നമ്മൾക്ക് വില്ലൻ കാറ്റാണ് താനോസ്. എന്നുവെച്ചാൽ ഇനി വേറെ ദിവസത്തിലേക്ക് നമുക്ക് ബേസിൽ ജോസഫിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പടം. ബേസിൽ ജോസഫിനെ നിങ്ങൾക്ക് അറിയാം, ഒരു മോളിവുഡിലെ ഈ ആക്ടർ ഇല്ലേ നമ്മുടെ ഈ ജയശങ്കരൊക്കെ അഭിനയിച്ച പക്ഷേ എന്നാ പറയാം, വാ ഒരു മിനിറ്റ് ഇങ്ങനെ പറഞ്ഞു, സോറി ഗൈസ്. വാ 3, 2, 1 സ്റ്റാർട്ട്. ഫാലിമി. എനിക്കതല്ലടാ, മറ്റേ ഈ വള്ളത്തിലൊക്കെ സ്വർണത്തിന് വേണ്ടി മറ്റേ അജേഷ്, മറ്റേ പൊന്മാൻ. അതാണ്. അത് ഞാൻ മറന്നു. അപ്പൊ ആ റൗണ്ട് അങ്ങ് കളയുന്നു. കാരണം നമ്മുടെ ഇപ്പൊ പറയുന്നത് 20-ാം തീയതി 21-ാം തീയതി ചിലപ്പോ വീഡിയോ വരൂല, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും. നമ്മള് പഴനിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോ വീഡിയോ ഇടാൻ പറ്റിയെന്നൊക്കെ. 27-ാം തീയതി ഇവൻ വീഡിയോ ഇടും, ഞാൻ ഉണ്ടാവില്ല. കാരണം ഇവിടെ ടൂർ പോകും, ഞാൻ ഒറ്റയ്ക്കാണോളെ. ഞാൻ ഇനി ഒറ്റയ്ക്ക് എന്ത് കാണിക്കാനാന്ന് അറിയില്ല. അപ്പോഴേക്കും നമ്മൾ സംസാരിച്ച് സമയം പോകുന്നു. നമുക്ക് കളിക്കണം. കളിച്ചിട്ടൊരു 15 മിനിറ്റിന്റെ വീഡിയോ എന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എത്ര മിനിറ്റ് ആണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ടീഷർട്ടിന്റെ കളർ? ടീഷർട്ടിന്റെ 3, 2, 1 ബ്ലാക്ക്. കറക്റ്റ് ഒരെണ്ണം ആദ്യമായിട്ട് വന്നു ഗൈസ്. ബ്ലാക്ക്. ബ്ലാക്ക് കഴിഞ്ഞാണ് റെഡും. ബ്ലാക്ക് കഴിഞ്ഞാൽ അപ്പം റെഡാണ്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ബ്ലാക്ക്. ബ്ലാക്ക് സൂപ്പർ. ബ്ലാക്ക്. ഇനി നമുക്ക് ഈ ബ്ലാക്ക് ഫുഡ് ഐറ്റംസ് ഈ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ പൈസ ഇല്ല. നിങ്ങളപ്പോൾ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്താൽ പൈസ ഉണ്ടാവും. കുറെ പറഞ്ഞു നമുക്ക് ഈ ആഗ്രഹമാണ്. ആരും ചെയ്തിട്ടില്ല. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ ഈ രണ്ടാമത്തെ വീഡിയോ ആണ്, അതുകൊണ്ടാണ് നമുക്ക് പൈസ ഇല്ലാത്തത്. നമുക്ക് പൈസ ഒക്കെ ഇനി വന്നം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഒരു 1K ആണ്. 1K അടിക്കാൻ നിങ്ങൾ സഹായിക്കണം ഗൈസ്.
പ്ലേ ബട്ടണൊക്കെ വാങ്ങണം. എൻ്റെ ഒരു ആഗ്രഹമാണ്. നമ്മളിത് 15 മിനിറ്റ് ആകാൻ പോലും. ഗൈസ് 15 മിനിറ്റ് നിർത്താന്ന് പറഞ്ഞ് ഇരുന്ന 15 മിനിറ്റ് ആയി. ഇനി നിങ്ങളെ അങ്ങനെ പറഞ്ഞ് കുഴപ്പിക്കുന്നില്ല. എന്നാൽ നമുക്ക് ഇത്ര മതിയാച്ചേ. നമ്മളെ അവിടെ ഒരു പെയിന്റ് നമ്മുടെ വീട് വെച്ചപ്പോ ഒരു പെയിന്റ് നമുക്ക് ഒരാൾ അടിച്ചു തന്നായിരുന്നു. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ ഒരു സിൽവർ പ്ലേ ബട്ടൺ വെക്കണമെന്ന് എന്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ നിങ്ങളെ നടത്തി തരുമെന്ന് വിചാരിക്കുന്നു. ഇതല്ലേ ഇത്ര നേരോടും പറഞ്ഞോണ്ടിരിക്കുന്ന. അവര് നടത്തി തരുമായിരിക്കും അല്ലേ? നടത്തി തരണം പ്ലീസ്. എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. ഞങ്ങൾ കുട്ടികളായെന്ന് പറയാണ്. ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മൂന്നും ചെയ്തിരിക്കണം. ഞങ്ങളെ പറ്റി ഇങ്ങനെ പറയാനുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഉറപ്പായിട്ട് പിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോഴേക്കും ഗൈസ് ഇത്രയൊക്കെ തന്നെയാണ് ഏതിനെ പറ്റി വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തു. ഞങ്ങൾ തന്നെ ഒരു ഡിസ്കഷൻ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോഴേക്കും ഞാൻ പറയാൻ കുഴപ്പമില്ല. ഇത്രയൊക്കെ തന്നെയുള്ളത് നമ്മുടെ വീഡിയോസ്. അപ്പോഴേക്കും ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൂന്ന് ചെയ്തിരിക്കുന്നു ഗൈസ്. താങ്ക് യു ഗൈസ്. ടാറ്റാ ബൈ. വീഡിയോ കട്ട് ചെയ്യണേ. വേണ്ട.